യോഗി ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലുള്ള നിലകൗണ്ട കാട്ടിൽ പോസ്റ്റിംഗ് ലഭിച്ചു. പിന്നെ ഈ കാട്ടിലാണ് ചുവന്ന ചന്ദന മരങ്ങൾ ഒരുപാടുള്ളത്. ഞാനിവിടെ ഉള്ളവരെ ആർക്കും രക്തചന്ദനം കടത്താൻ പറ്റില്ല. ഓക്കെ സാർ, പക്ഷെ ആ വരദരാജൻ രക്തചന്ദനം കടത്താൻ വേണ്ടി അവൻ ഓരോരോ പ്രാവശ്യം ഓരോരോ വഴിയാണ് കണ്ടുപിടിക്കുന്നത് സാർ. ഇപ്പൊ ഞാൻ വന്നല്ലോ, ഇനി അവന് ഒരു വഴിയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൻ എന്ത് വഴി ശ്രമിച്ചാലും ഞാൻ ഒരൊറ്റൊരാൾ മതി ഡേ ആൻഡ് നൈറ്റ് പാട്രോളിംഗ് ചെയ്യാൻ. അതുമാത്രമല്ലാതെ ചെക്ക് പോസ്റ്റിലെ ഡ്യൂട്ടിയിലില്ലേ ഓഫീസർ മുകേഷ്, അയാളും ഒരു സത്യസന്ധന ആളാണ്. എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം. ഓക്കെ സാർ, പുറപ്പെടൂ, ചെക്ക് പോസ്റ്റിലേക്ക് പോവാം. കോൺസ്റ്റബിൾ ഫോറസ്റ്റ് ഓഫീസർ യോഗിയെ ചെക്ക് പോസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ നിങ്ങൾ കാണുന്നത്. താങ്ക് യു. ഞാനും നിങ്ങളുടെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. താങ്ക് യു സാർ. നമ്മൾ ഇന്നും കുറെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ കുറെ രക്തചന്ദനങ്ങളാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെ തന്നെ പോയാൽ പിന്നെ രക്തചന്ദനം നമ്മൾ ഫോട്ടോയില് കാണാൻ പറ്റുള്ളൂ മുകേഷ്. സാർ, ഇതിനെല്ലാം പുറകിൽ ആ വരദരാജന ഉള്ളത് എനിക്കറിയാം സാർ. പിന്നെ എന്താ നിങ്ങളൊന്നും ചെയ്യാത്തത്? സാർ, അവൻ ഈ കാട്ടിലാണ് ജനിച്ച് വളർന്നത്. അവന് ഈ കാട്ടിലെ മുക്കും മൂല എല്ലാം അറിയാം. ഞങ്ങൾ അവനെ പിടിക്കാൻ പോകുമ്പോൾ അവൻ ഈ കാട്ടിനുള്ളിൽ എവിടെയും മറഞ്ഞു പോകുന്നു സാർ. പക്ഷെ ഈ ചോപ്പ് ചന്ദനമരം ഈ ചെക്ക് പോസ്റ്റ് അല്ലാണ്ട് എവിടെയും പോകാൻ പറ്റില്ലല്ലോ. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? യെസ് സാർ, ഞാൻ ഇന്ന് ഫോഴ്സ് കുറെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ ഈ പോസ്റ്റിൽ 2 കോൺസ്റ്റബിൾ എക്സ്ട്രാ ആയിട്ടുണ്ടാവും സാർ. ഇനി ആ ചോപ്പ് ചന്ദനം ആരും കടത്താൻ പറ്റില്ല ഞാൻ വിചാരിക്കും സാർ. നമ്മൾ രണ്ടുപേർ ചേർന്നാൽ ഇത് നടക്കും തോന്നുന്നു. അന്നു മുതൽ ഫോറസ്റ്റ് ഓഫീസർ അവിടെയുള്ള മലകളിലും അതിന്റെ താഴ്വാരങ്ങളിലും ഒക്കെ ദിവസവും പെട്രോളിംഗ് ചെയ്യുമായിരുന്നു. തികച്ചും രാത്രി സമയങ്ങളിൽ. കാട്ടിനകത്ത് ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന വരദരാജന് യോഗി വന്നിട്ടുള്ള വിവരം ലഭിച്ചു. ചേട്ടാ, ആ യോഗി അവൻ രാവിലും പകലും ഫുൾ പാട്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ രക്തചന്ദ്രൻ കടത്താൻ പോകുന്നത്? എല്ലാ പ്രശ്നത്തിനും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും ചെറിയവനെ. വരദരാജൻ സ്വാമിയുടെ കാതിൽ എന്തോ ഒന്ന് പറഞ്ഞു. പിന്നീട് രാത്രി ഇരുട്ടിൽ സ്വാമി ഫോറസ്റ്റ് ഓഫീസറിന്റെ ഓഫീസിലേക്ക് ചെന്നു. അവൻ ഓഫീസിന് പുറത്ത് ആർക്കു വേണ്ടിയോ കാത്തുനിന്നു. കുറച്ചു സമയത്തിനകം ഗാർഡ് അവിടേക്ക് വന്നു. ചേട്ടൻ നിനക്ക് സ്വീറ്റ് കൊടുക്കാൻ വന്നതാണ്. അതിന് പകരം നീ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഞങ്ങൾക്ക് അപ്പപ്പ അറിയിക്കണം. ആഴ്ചക്ക് വരുന്ന എല്ലാ സ്വീറ്റും നിനക്ക് വന്നോണ്ടിരിക്കും. അങ്ങനെയാണോ? എന്നാ ചേട്ടൻ ഞാൻ നന്ദി പറഞ്ഞേക്ക്. ആ ശരി ശരി. സ്വാമി വളരെ സന്തോഷത്തോടെ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് വരദരാജനോട് നടന്നതൊക്കെ പറഞ്ഞു. ഇനി ഞാൻ നോക്കട്ടെ ആ ഫോറസ്റ്റ് ഓഫീസർ എന്താ നമ്മളെ ചെയ്യാമെന്ന്. അതെ ചേട്ടാ. അന്ന് രാത്രി മുതൽ വരദരാജനും അവന്റെ ആൾക്കാരും ചുവന്ന ചന്ദനമരം വെട്ടാൻ തുടങ്ങി. പിന്നെ മറുവശത്തെ ഗാർഡ് വരദരാജന് അപ്പോഴുള്ള സന്ദേശം നൽകിക്കൊണ്ടേയിരുന്നു. ഫോറസ്റ്റ് ഓഫീസർ തെക്ക് ദിശയിലേക്ക് പോകുമ്പോൾ അപ്പോൾ വരദരാജന്റെ ആളുകൾ വടക്ക് ദിശയിലുള്ള ചന്ദനമരം വെട്ടിയെടുക്കും. പിന്നെ യോഗി വടക്ക് ദിശയിലേക്ക് പെട്രോളിംഗ് ചെയ്യാനായി പോകുമ്പോൾ അവർ മറുവശത്തുള്ള മരങ്ങൾ വെട്ടിയെടുക്കും. ഈ സംഭവം കുറച്ചു ദിവസമായി തുടർന്ന് നടന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ വടക്കു ദിശത്തു നിന്ന് വരദരാജന്റെ ആളുകൾ മരങ്ങൾ വെട്ടിക്കൊണ്ടുപോയി. യോഗി അവിടേക്ക് പോയപ്പോൾ യോഗിയുടെ ശ്രദ്ധ അപ്പോൾ മുറിച്ചുകൊണ്ടുപോയ മരത്തിന്റെ ഒരു വേരിലേക്ക് പോയി. ഈ മരങ്ങളൊക്കെ ഇന്ന് വെട്ടിയതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ ഇത്ര നേരം പെട്രോളിംഗ് ചെയ്തിട്ടും എങ്ങനെയാ ഈ ആൾക്കാർ എന്റെ കണ്ണു മുമ്പൊന്നും ആരും പെടാത്തത്? എങ്ങനെയാണ് അവര് രക്തചന്ദ്രൻ വെട്ടിയത്? എന്തോ ശരിയില്ലാന്ന് തോന്നുന്നു. യോഗി ഒന്നും മിണ്ടാതെ ജീപ്പ് എടുത്തുകൊണ്ട് തെക്ക് ദിശയിലേക്ക് പോയി. അദ്ദേഹം മറുവശത്ത് ചെന്നപ്പോൾ അവിടെ നിന്നും മരങ്ങൾ വെട്ടിക്കൊണ്ട് അപ്പോഴാണ് പോയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ മരങ്ങൾ ഇന്നാണ് വെട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരദരാജൻ ഇപ്പോഴും ചുവപ്പ് ചന്ദന മരങ്ങളൊക്കെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ വേഗം നിർത്തിയേ പറ്റൂ. വേഗം വണ്ടി ചെക്ക് പോസ്റ്റിലേക്ക് വിടൂ. യോഗി ജീപ്പിലിരുന്നു. പിന്നീട് ഗാർഡ് വണ്ടി ഓട്ടിച്ച് ചെക്ക് പോസ്റ്റിനടുത്തേക്ക് പോയി. എന്തുപറ്റി സാർ? നിങ്ങൾ എന്താ വല്ലാതെ ടെൻഷനിലാണല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശരി സാർ, അകത്തേക്ക് വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ആ ചെക്ക് പോസ്റ്റിന്റെ ചെറിയ അറയിൽ ഫോറസ്റ്റ് ഓഫീസർ യോഗിയും പിന്നെ ഇൻസ്പെക്ടർ മുകേഷും ഉണ്ടായിരുന്നു. പറയൂ സാർ, നമ്മളിവിടെ സംസാരിക്കുന്ന ആർക്കും കേൾക്കില്ല. മുകേഷ്, ഇപ്പോഴും ആരോ ചന്ദ്രമരൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിൽ. ഈ സ്ഥലത്ത് ഏതെങ്കിലും വലിയ വണ്ടി പോയിട്ടുണ്ടോ? ഇല്ല സാർ, ഒന്നും വന്നിട്ടില്ല. പക്ഷെ നാളെ എന്തായാലും ട്രക്ക് വരും. കാട്ടിൽ റോഡ് ഇടാൻ വേണ്ടി ട്രക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്നാൽ തീർച്ചയായിട്ടും ആ ട്രക്കിലാണ് ആ ചോപ്പ് ചന്ദ്രൻ പോവുക. സാർ, നാളെ ഞാൻ എന്തായാലും ആ ട്രക്ക് ഇവിടെ ക്രോസ് ചെയ്യാതെ ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. ഞാൻ ആ വരദരാജനെ പിടിച്ചേ പറ്റുള്ളൂ. ശരി സാർ.
മറുവശത്ത് വരദരാജൻ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. നാളെ പോകുന്ന മണ്ണ് ട്രക്കില് നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന ചുവപ്പ് ചന്ദ്രങ്ങളൊക്കെ അതിലല്ലേ വെക്കാൻ പോകുന്നത്. എല്ലാം അതിൽ തന്നെയല്ലേ കൊണ്ടുപോകേണ്ടത്. അതാണ് ഇല്ലാത്തത്. ഈ നേരത്ത് ആ ഫോറസ്റ്റ് ഓഫീസർ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടാവും. നാളെ എല്ലാരും നമുക്ക് വേണ്ടി അവിടെ ചെക്ക് പോസ്റ്റിൽ കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ചുവപ്പ് ചന്ദ്രമരങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പുറത്തു കൊണ്ടുപോകുന്നത്? വരദരാജൻ തന്റെ പ്ലാൻ ചെയ്തു കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ മണൽ കൊണ്ടുപോകുന്ന ലോറി കാട്ടിലേക്ക് വന്നു. ഇൻസ്പെക്ടർ മുകേഷ് ഫോറസ്റ്റ് ഓഫീസർ യോഗിക്ക് ഇക്കാര്യം ഫോൺ ചെയ്തു പറഞ്ഞു. സർ, ട്രക്ക് വന്നു കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ വന്നോളൂ. ശരി. ആ ട്രക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയി. അവിടെ ട്രക്ക് എല്ലാ മണലും അൺലോഡ് ചെയ്തു. പിന്നീട് വരദരാജനും അവന്റെ ആൾക്കാരും ആ വണ്ടിയിൽ ചുവന്ന ചന്ദന മരത്തിന്റെ ഒരു കഷ്ണം ലോഡ് ചെയ്തു. അവിടേക്ക് ഫോറസ്റ്റ് ഓഫീസറും ഗാർഡും ജീപ്പിൽ വന്നു. പക്ഷെ അവർ വരുന്ന വഴിയിൽ ഒരുപാട് മരങ്ങൾ തറയിൽ വീണു കിടന്നു. സർ, നമുക്ക് ചുറ്റിയേ പോകാൻ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്തത് ആ വരദരാജൻ തന്നെയാണ്. വേഗം പോവാം സർ. നമുക്ക് വേഗം തന്നെ വരദരാജനെ പിടിക്കണം. അതിനകത്ത് വരദരാജൻ അവിടെ നിന്നും പോയി. ആ സ്ഥലത്തിലേക്ക് ഫോറസ്റ്റ് ഓഫീസർ യോഗി വന്നതും തന്നെ ആ സ്ഥലത്തു നിന്നും ട്രക്ക് പുറപ്പെട്ടു പോയിരുന്നു. ചെക്ക് പോസ്റ്റിൽ വേഗം പോ. യോഗി ഇൻസ്പെക്ടർ മുകേഷിന് ഉടൻ തന്നെ കോൾ ചെയ്തു. മുകേഷ്, അവർ ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളാണ് അവരെ തടുക്കേണ്ടത്. ഓക്കേ സർ. ഇൻസ്പെക്ടർ മുകേഷ് തന്റെ ആളുകളോടൊപ്പം ചെക്ക് പോസ്റ്റിൽ നിൽക്കുകയായിരുന്നു. ആ ട്രക്കും പതുക്കെ പതുക്കെ ചെക്ക് പോസ്റ്റിനെ നോക്കി വന്നുകൊണ്ടേയിരുന്നു. ചെക്ക് പോസ്റ്റിനടുത്ത് മുകേഷും പിന്നെ ഒരുപാട് പോലീസുകാരും കയ്യിൽ തോക്കുമായി നിന്നുകൊണ്ടിരുന്നു. ഡ്രൈവർ പോലീസുകാരെ കണ്ടതും അവൻ ആ വണ്ടി അവിടെ തന്നെ നിർത്തി. പുറകെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ തന്റെ ജീപ്പ് കൊണ്ടുവന്ന് അവിടെ നിർത്തി. ആ ട്രക്ക് 4 വശത്തു നിന്നും ചുറ്റി വളച്ചു. കോൺസ്റ്റബിൾ, ചെക്ക് ചെയ്യൂ. ട്രക്കിൽ എന്താണെന്ന് നോക്കൂ. കോൺസ്റ്റബിൾ ആ ട്രക്കിലേക്ക് കയറി. സർ, ഇവിടെ ചോപ്പ് ചന്ദനമരം ഉണ്ട്. അത് ഒറ്റൊരു കലയാണ്. എന്ത്? ഇൻസ്പെക്ടറും ട്രക്കിലേക്ക് കയറി അവിടെ ചെക്ക് ചെയ്തു നോക്കി. അവിടെ ചുവന്ന ചന്ദനമരത്തിന്റെ ഒരേ ഒരു കഷ്ണം മാത്രം ഉണ്ടായിരുന്നു. സർ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരുമോ? ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ യോഗിയും ആ ട്രക്കിലേക്ക് കയറി. അദ്ദേഹവും ഇതൊക്കെ കണ്ട ആശ്ചര്യത്തിലായി പോയി. ആ വരദരാജൻ ഇപ്രാവശ്യം നമ്മളെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട്. മറുവശത്ത് വരദരാജൻ അവന്റെ ആളുകളോടൊപ്പം ചേർന്ന് ചുവന്ന ചന്ദന മരങ്ങൾ നദി വഴി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നു. എന്നെ ആരും അടക്കാൻ പറ്റില്ല. രക്തചന്ദ്രമരം എനിക്ക് മാത്രമാണ്. ഈ കഥ പാവമായ ഒരു കൃഷിക്കാരൻ കേശവനും അയാളുടെ ഭാര്യയായ മധുമതിയുടെയാണ്. കേശവന് മാവ്, നാരകം, പിന്നെ പുളിയുടെ മരം ഉണ്ടായിരുന്നു. എന്നിട്ട് അയാള് പാടത്തിന്റെ അടുത്ത് തന്നെ ചെറിയൊരു സ്ഥലം വെച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം വിൽക്കുമായിരുന്നു. ഇയാൾക്ക് കിട്ടുന്ന ലാഭം വളരെ തുച്ഛമായിരുന്നു. ഒരു ദിവസം നടന്ന സംഭവമാണ്. നാട്ടിൽ സർക്കാരിന്റെ സൂചന വന്നു. കേട്ടോളൂ കേട്ടോളൂ എല്ലാവരും കേട്ടോളൂ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നാളെ മുതൽ 15 ദിവസത്തേക്ക് സ്വയം തൊഴിലിനെ കുറിച്ച് പഠിപ്പിച്ചു തരാൻ പോകുന്നു. അവിടെ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും വീട്ടിലുണ്ടാക്കുന്നതെല്ലാം അവിടെ പഠിപ്പിച്ചു തരും. പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പോയിട്ട് നിങ്ങളുടെ പേര് ഇന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്തോളാം കേട്ടോ. ഇത് കേട്ടപ്പോ മധുമതി കേശവനോട് പറഞ്ഞു, ഞാനും ആ സ്ഥലത്ത് പോയിട്ട് മുറബ്ബ ഉണ്ടാക്കാൻ പഠിക്കട്ടെ. നീ അച്ചാർ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പോവാനാ? നമ്മുടെ പാടത്തുള്ള മാങ്ങ, നാരങ്ങ, പുളി ഉപയോഗിച്ച് നമുക്ക് നല്ല മുറബ്ബ ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് ലാഭം കിട്ടുമല്ലോ. ശരി, ഇതും കൂടി ഒന്ന് നമുക്ക് പരിശ്രമിച്ച് നോക്കാം. അടുത്ത ദിവസം തൊട്ട് മധുമതി സർക്കാരി ശിവറിൽ പോയി. അവിടെ അവരെ മാങ്ങ അച്ചാർ, പുളി, പിന്നെ നാരത്തിന് മുറബ്ബ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അവര് എന്നും അവിടെ പോകാൻ തുടങ്ങി. എന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു. വീട്ടിലേക്ക് തിരിച്ചു വന്ന മധുമതി മാങ്ങയും നാരങ്ങയുടെ അച്ചാറുണ്ടാക്കി. ഇത് നോക്കൂ, ഒന്ന് രുചിച്ചു നോക്കിക്ക് എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ടുണ്ടല്ലോ. കൊടുത്തത് മുഴുവനും കേശവാണെങ്കിൽ കഴിക്കാനിരുന്നു. ഇത് കണ്ടപ്പോ മധുമതിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി. ഇപ്പൊ ആവശ്യമുള്ളത് കഴിച്ചോളൂ, നാളെ വിൽക്കുന്ന സമയത്ത് ഇത് കഴിക്കല്ലേ. കേശവ് അവളുടെ മുഖത്തോട്ട് നോക്കി പിന്നെ തിരിച്ച് കഴിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം തൊട്ട് കേശവ് തട്ടുകടയില് അച്ചാറും വെക്കാൻ തുടങ്ങി. കേശവന്റെ തട്ടുകട ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാരെ കാണാത്തത്.
അതുകൊണ്ട് വിൽപ്പനയും അധികമില്ലായിരുന്നു. ഇതൊക്കെ ഇവിടെ വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കുടുംബയിൽ ഇത്ര ദൂരത്ത് നിന്ന് ആര് വന്ന് വാങ്ങിക്കാനാ? എങ്ങനെ വിൽക്കാൻ പറ്റില്ലെന്ന്? അടുത്ത ദിവസം തൊട്ട് മധുമതി തട്ടുകടയുടെ അടുത്ത് ഒരു കുടത്തിനകത്ത് വെള്ളം വെച്ചു. ഇനിയിപ്പോ ആൾക്കാര് വെള്ളം കുടിക്കാൻ വന്നിട്ട് അച്ചാറും മുറബയും മേടിക്കും. മധുമതി ചിന്തിച്ച ഈ പ്ലാന് നല്ലതായിരുന്നു. ആൾക്കാർ അവിടെ വെള്ളം കുടിക്കാനും വരും, പിന്നെ അച്ചാറും മുറബയും മേടിച്ചിട്ട് പോകും. ഇപ്പോ മധുമതിക്ക് കൂടുതൽ അച്ചാറും മുറബയും ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പൊ കൃഷി പോലും നന്നായിട്ട് നടക്കുന്നുണ്ട്. അതെ, എനിക്കിപ്പോ സഹായത്തിന് ആവശ്യമുണ്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ എന്റെ അനിയത്തിയെ ഇങ്ങോട്ട് വിളിച്ചാലോ? അവൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമല്ലോ. നീ എന്ത് വിചാരിക്കണോ അത് തന്നെ നീ ചെയ്തോ. മധുമതിയും അവളുടെ അനിയത്തിയും ചേർന്ന് അച്ചാറും മുറബയും ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ ദിവസം കൂടുമ്പോ അവരുടെ വ്യവസായം കൂടി വന്നു. ഇപ്പോ ഏതു നേരവും ആ തട്ടുകടയിൽ ആൾക്കൂട്ടമാണ്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ആ തട്ടുകട ഒരു കടയായിട്ട് മാറി. പിന്നെ മധുമതി 4-5 സ്ത്രീകളെ അവളെ സഹായിക്കാൻ നേരെ വീട്ടിൽ തന്നെ വിളിപ്പിച്ചു. മധുമതിയും കേശവന്റെ കഠിന പരിശ്രമം കാരണം 1 വർഷത്തിനകം അവര് സ്വന്തമായിട്ട് ഒരു ഗോഡൌൺ ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ഒരു അച്ചാർ ഫാക്ടറി ആയിട്ട് മാറ്റി. ഇപ്പൊ മധുമതി സ്വയമായിട്ട് എല്ലാരെയും ട്രെയിൻ ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് കൂലിയും കൊടുക്കുമായിരുന്നു. മധുമതി ഇപ്പം പപ്പടം ഉണ്ടാക്കാനും തുടങ്ങി. ഇപ്പൊ അവരുടെ ഗോഡൌണിൽ നിന്ന് പല കടകൾക്കും അച്ചാർ, പപ്പടം, പിന്നെ മുറബയും അയക്കുമായിരുന്നു. കേശവും മധുമതിയും ഒരുപാട് സന്തോഷിച്ചു. അവരുടെ വ്യവസായം നല്ല ഭംഗിയായിട്ട് പോകുന്നു. ഒരു ദിവസം അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം വലിയൊരു കമ്പനിയുടെ ഓഫീസർ അവരെ കാണാൻ വന്നു. നിങ്ങളുടെ അച്ചാറ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്ദിയുണ്ട്. ഞങ്ങൾ എക്സ്പോർട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് അച്ചാറ്, സ്വീറ്റ്സ്, പപ്പടം ഇതെല്ലാം ഞങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല ഡിമാൻഡാണ് അവിടെ. വിദേശത്തോ? അതെ, അതിനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് കോൺട്രാക്ട് ഡീൽ ചെയ്യാൻ വന്നത്. മധുമതിക്കും കേശവനും വലിയൊരു കോൺട്രാക്ട് ആണ് കിട്ടിയത്. ഇത് കാരണം അവരുടെ ഭാഗ്യം തന്നെ അങ്ങ് മാറി. തുടക്കത്തിൽ അവർക്ക് ഒരു ഫാക്ടറി മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ പലയിടത്തും അവരുടെ ഫാക്ടറി ഉണ്ട്. ഓരോ വലിയ ടൗണിലും അവരുടെ സാധനം വിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കേശവന്റെ മധുമതിയുടെയും വലിയൊരു കമ്പനി ഉണ്ട്, ശ്രീ കൃഷ്ണ ഫുഡ്സ്. ഇതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല, പക്ഷേ വിദേശത്തും നല്ല സംസാരം ഉണ്ടായിരുന്നു. മിതാലി, ഇത് നോക്കുമോളെ. പാൽ നന്നായി പാട വരുന്ന രീതിയിൽ ഇങ്ങനെ നന്നായി തിളപ്പിക്കുകയാണെങ്കിൽ ശുദ്ധമായ നെയ്യ് നമുക്കുണ്ടാക്കാൻ സാധിക്കും മോളെ. ശരിയമ്മേ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മാങ്ങയെ ഇതുപോലെ നന്നായി അരിഞ്ഞ് ഉണങ്ങാനായി വെക്കണം. മനസ്സിലായോ? എന്തിനാ അമ്മേ? എന്തെന്നാൽ മാങ്ങാ കഷ്ണങ്ങളിൽ കുറച്ചെങ്കിലും ഈർപ്പമുണ്ടായിരുന്നാൽ നമ്മൾ അതിൽ മസാല ചേർക്കുമ്പോൾ മാങ്ങയ്ക്ക് രുചിയേ ഉണ്ടാവില്ല. ശരിയമ്മേ, എനിക്ക് മനസ്സിലായി. ഇതുപോലെ മിതാലി അവളുടെ അമ്മൂമ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. മിതാലിക്ക് പാചകം വളരെയേറെ ഇഷ്ടമായിരുന്നു. നാളുകൾ കടന്നുപോയി. ഇപ്പോൾ മിതാലി ഒരു യുവസുന്ദരിയായി മാറിയിരിക്കുന്നു. അമ്മൂമ്മ മിതാലിയെ വളരെ നല്ലൊരു ചെറുപ്പക്കാരനായ മഹേഷുമായി വിവാഹം നടത്തി. മിതാലിയും മഹേഷും വളരെ സന്തോഷത്തോടെ ജീവിച്ചുപോയി. 1 വർഷത്തിനു ശേഷം മിതാലിക്കും മഹേഷിനും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു. ആ കുട്ടികളെ അവർ അലോക്, ആദിത്യ എന്ന് വിളിച്ചു. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. മഹേഷ് തന്റെ ഉത്തരവാദിത്വം വളരെ നന്നായി നിർവഹിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം മിതാലിയുടെ അമ്മൂമ്മ മരിച്ചു. അവൾ കരഞ്ഞു കരഞ്ഞ് അവളുടെ അവസ്ഥ വളരെ മോശമായി തീർന്നു. ഇപ്പോൾ ഈ ലോകത്തിൽ മിതാലിയുടെ സ്വന്തമെന്ന് പറയാൻ 3 പേരാണുള്ളത്. മഹേഷും അവളുടെ 2 കുട്ടികളും. മിതാലി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവൾ തന്റെ ഭർത്താവിനെയും 2 കുട്ടികളെയും നന്നായി പരിപാലിച്ചു. എന്നാൽ ദൈവം മിതാലിയുടെ ജീവിതത്തിൽ സന്തോഷം കുറച്ചു മാത്രമാണ് വിധിച്ചിരുന്നത്. മഹേഷിനൊരു ആക്സിഡന്റിൽ പരിക്കേറ്റു. അങ്ങനെ അയാൾ കിടപ്പിലായിത്തീർന്നു.
മിതാലി എന്തു ചെയ്യണമെന്നറിയാതെ വളരെയധികം വ്യസനിച്ചു. അവൾക്ക് തന്റെ കുടുംബത്തെയും കുട്ടികളെയും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയില്ലായിരുന്നു. കുറച്ചു ദിവസത്തിനുള്ളിൽ വീട്ടിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും തീർന്നു. അവരുടെ കയ്യിൽ മരുന്ന് വാങ്ങാൻ കൂടെ പൈസയില്ലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം മഹേഷും ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹേഷിന്റെ മരണശേഷം മിതാലിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വളരെയധികം വർദ്ധിച്ചു. ആകെയുണ്ടായിരുന്ന സമ്പാദ്യം മഹേഷിന്റെ വരുമാനമായിരുന്നു. ആ വരുമാനം നിലച്ചപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിത്തീർന്നു. മിതാലി അത്രയും നാൾ ഒരു ജോലിക്കും പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നതിന് അവളുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ സമ്പാദിച്ചില്ലെങ്കിൽ എന്റെ 2 മക്കളും പട്ടിണി മൂലം മരിക്കേണ്ടി വരും. ഞാനിപ്പോൾ സമ്പാദിച്ചേ തീരൂ. എന്നാൽ ഞാൻ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല. എനിക്ക് വിദ്യാഭ്യാസവും ഇല്ലാതെ പോയല്ലോ. മിതാലി ഒരുപാട് ആലോചിച്ചു. അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ വളരെ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവളുടെ ശ്രദ്ധ വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ചെന്നെത്തിയത്. അച്ചാർ! ആ, എനിക്ക് അച്ചാറുണ്ടാക്കി സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെ മിതാലി അച്ചാറുണ്ടാക്കാൻ ആരംഭിച്ചു. അവൾ അച്ചാർ ഉണ്ടാക്കിയതിനു ശേഷം അവൾ അത് ഒരു വലിയ പാത്രത്തിൽ മാറ്റിവെച്ചു. ആ അച്ചാർ അവൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു. അവൾ ചന്തയിൽ പോയി ഒച്ച വെച്ച് അച്ചാർ വിൽക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ മിതാലിയിൽ നിന്നും അച്ചാറും വാങ്ങി. സന്ധ്യാസമയമായപ്പോൾ മിതാലി തന്റെ ആദ്യ ദിവസത്തെ വരുമാനം കണ്ട് വളരെയധികം സന്തോഷിച്ചു. ആ പണം ഉപയോഗിച്ച് മിതാലി ഒരുപാട് മാങ്ങകൾ വാങ്ങി. തന്റെ 2 മക്കൾക്ക് വേണ്ടി ആഹാരത്തിനായി ഒരുപാട് സാധനങ്ങളും വാങ്ങി. അടുത്ത ദിവസം മിതാലി വീണ്ടും അച്ചാർ ഉണ്ടാക്കി. വീണ്ടും ചന്തയിൽ പോയി ആ അച്ചാർ അവൾ വിൽപ്പന നടത്തി. കുറച്ചു നാളുകൾക്കുള്ളിൽ മിതാലിയുടെ അച്ചാറിനെ കുറിച്ച് ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം മിതാലിയുടെ അച്ചാർ വാങ്ങാനായി ആളുകളുടെ വലിയൊരു ക്യൂ തന്നെയുണ്ടായി. മിതാലി അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ ആവശ്യത്തിലധികം അവൾക്ക് സമ്പാദിക്കാൻ സാധിച്ചു. അവളുടെ 2 കുട്ടികൾക്കും അവൾ ആഗ്രഹിച്ച പോലെ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ ഒരു ജീവിതം നൽകി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മിതാലിയുടെ 2 കുഞ്ഞുങ്ങളും വളർന്നു വലുതായി. ഇപ്പോൾ അവർ 2 പേരും ഒരു വലിയ സ്കൂളിൽ പഠിക്കാനായി പോകുകയാണ്. മിതാലി അച്ചാറുണ്ടാക്കി വിറ്റ് ഒരു വലിയ വീട് പണി കഴിപ്പിച്ചു. ഇപ്പോൾ മിതാലിക്ക് ചന്തയിൽ അച്ചാറ് വിൽക്കാൻ ഒരു വലിയ കട തന്നെയുണ്ട്. ഇപ്പോൾ അച്ചാറ് മാത്രമല്ല, അതോടൊപ്പം ഒരുപാട് സാധനങ്ങളും ആ കടയിൽ അവൾ വിൽക്കാൻ തുടങ്ങി. മിതാലി തന്റെ സഹായത്തിനായി ഒരുപാട് യുവതികളെയും ചേർക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പാവപ്പെട്ട ഒരുപാട് യുവതികൾക്കും ജോലി ലഭിച്ചു. അവരുടെ ജീവിതവും സന്തോഷപൂർണമായി തീർന്നു. മിതാലിക്ക് ദിവസം തോറും വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മിതാലി തന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ പുതിയ ടെക്നിക്കുകളും ഉപയോഗിക്കാൻ തുടങ്ങി. അവളുടെ ചെറിയ വ്യാപാരം ഇപ്പോൾ ഒരു വലിയ ഫാക്ടറിയായി മാറിയിരിക്കുന്നു. അവൾക്ക് സ്വന്തമായുണ്ടായിരുന്ന ആ ചെറിയ കട ഇപ്പോൾ വലിയൊരു കമ്പനിയായി തീർന്നിരിക്കുന്നു. മിതാലി വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വലിയ കമ്പനിയുടെ മുതലാളിയായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ അവളോട് ചോദിച്ചപ്പോൾ, സാധാരണ ഒരു അച്ചാർ വിറ്റ് നിങ്ങൾ ഇത്ര വലിയൊരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. മാഡം, ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കുമോ? ആവശ്യം. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു ആവശ്യം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അച്ചാറും ഉണ്ടാക്കില്ലായിരുന്നു. ഇത്രയധികം വരുമാനവും എനിക്കുണ്ടാകില്ലായിരുന്നു. മിതാലി മാഡം, നിങ്ങളുടെ ഈ പരിശ്രമത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. നിങ്ങളുടെ ഈ കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഒരു വലിയ കമ്പനിയായി തീരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സോ മാഡം, നിങ്ങളുടെ ഈ വിജയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ശരിയായ ആഗ്രഹമുണ്ടെങ്കിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ആർക്കും ഈ വിജയം സാധ്യമാണ്.